ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിൽ തൊട്ട് മുമ്പ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്തിരുന്നു. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗിൽ നമ്മൾ ഡേ കാൻഡിൽസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ 5 മിനിറ്റ്സ് കാൻഡിൽസ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ ആണ് സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ഞാൻ ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. അതായത് സൂപ്പർ ട്രെൻഡിലെ ബൈ ലെവലിൽ ഏതെങ്കിലും ഡേ ക്യാൻഡിൽ ടച്ച് ചെയ്യണം. ആ ടച്ച് ചെയ്യുന്ന ഡേ ക്യാൻഡിൽ ഓപ്പൺ സീക്വൽ ലോ ആയിരിക്കും. അപ്പൊ അത്തരം ക്യാൻഡിലിന്റെ ഹൈ അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കാം എന്നായിരുന്നു ആ ഒരു സ്വിംഗ് ട്രേഡിംഗിന്റെ കൺസെപ്റ്റ്. ആ സെയിം തന്നെയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സൂപ്പർ ട്രെൻഡ് ബൈ ലെവലിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ടച്ച് ചെയ്യണം. ആ ടച്ച് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഓപ്പൺ സീക്വൽ ലോ ആയിരിക്കും. അങ്ങനെ ടച്ച് ചെയ്യുന്ന ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കാം. അതിന്റെ ആ ഒരു സെയിം ക്യാൻഡിലെ ലോ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇത്തരം സ്റ്റോക്സുകൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു സ്കാനർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് ചാർട്ടിങ്ങിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഒരു സ്കാനർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ചാർട്ടിങ്ങിൽ ആ ഒരു സ്കാനർ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻട്രാഡേയിൽ ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ മാച്ച് ചെയ്യുന്ന സ്റ്റോക്സിൽ കിട്ടാനായിട്ട് നമ്മളൊരു സ്കാനർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചാർട്ടിങ്ങിൽ പോയിട്ട് ക്രിയേറ്റ് സ്കാൻ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ ക്രിയേറ്റ് ചെയ്തിരുന്ന അതേ സ്കാനർ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗിൽ നമ്മൾ ഡേ ടൈം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് കൊടുക്കാൻ പോകുന്നത്. മാത്രമല്ല സ്വിംഗ് ട്രേഡിംഗിൽ നമ്മൾ മൂവിംഗ് ആവറേജ് കൊടുത്തിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് മൂവിംഗ് ആവറേജിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ആയത് ഓപ്പൺ ഈക്വൽ ടു ലോ, ഓപ്പൺ ഈക്വൽ ലോ സെലക്ട് ചെയ്യാം. ഇത് നമ്മൾ ടൈം ഫ്രെയിം ഡെയിലി ഉള്ളത് 5 മിനിറ്റ് ആക്കാം. ഇവിടെയും 5 മിനിറ്റ് ആക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലോ, അതായത് 5 മിനിറ്റ് ലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൂപ്പർ ട്രെൻഡ് 7.3. ഇനി വീണ്ടും ഒന്ന് കോപ്പി ചെയ്യാം. ഇനി ഇവിടെ 5 മിനിറ്റ് ക്ലോസ് സെലക്ട് ചെയ്യാം. ലെസ് ദാൻ മാറ്റിയിട്ട് ഗ്രേറ്റർ ദാൻ ആക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര മതി. നമ്മുടെ സ്കാനർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് ഫ്യൂച്ചർ സ്റ്റോക്സ് വേണമെങ്കിൽ ഫ്യൂച്ചർ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. അതല്ല നിഫ്റ്റി 500 വേണമെങ്കിൽ നിഫ്റ്റി 500 സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നിഫ്റ്റി 500 ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്കിത് സേവ് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇൻട്രാഡേ സ്കാനറിന് കൊടുക്കാം. നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇനി നമുക്ക് റൺ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ മാച്ച് ചെയ്ത് ഏതെങ്കിലും സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്സ് കൂടെ കാണിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് കുറച്ച് സ്റ്റോക്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 9-15 സ്റ്റോക്സുകൾ അവോയ്ഡ് ചെയ്യാം. അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള സ്റ്റോക്സ് ആണ്. അപ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റോക്സ് നോക്കാം. അപ്പോൾ 9:20 നമുക്ക് AIA എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടീഷൻ മാച്ച് ആയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ആ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്തിരിക്കുന്നുണ്ടോ, ആ ലൈനിൽ ടച്ച് ചെയ്ത് ഓപ്പൺ സീക്വൽ ലോ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹൈ ബ്രേക്ക് ചെയ്തല്ല ബൈ ഉള്ളൂ. അതിനുശേഷം ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ബൈ ആക്റ്റീവ് ആയിട്ടില്ല. പിന്നെ അതിനുശേഷം അടുത്ത എൻട്രി വന്നിരിക്കുന്നത് 12:10 SW സോളാറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 12:10 ഇതാണ് ആ ഒരു ക്യാൻഡിൽ കണ്ടോ. നമ്മുടെ ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ എടുക്കാം. ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇവിടെ ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്, പക്ഷേ അത് അധികം കയറിപ്പോയില്ല. മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാണ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. AB ക്യാപിറ്റലാണ്. അത് 12:30 വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 12:30 ആ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്ത് കണ്ടോ ഓപ്പൺ സീക്വൽ ലോ വന്നിട്ടുണ്ട്. സൂപ്പർ ടെൻ ടച്ച് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ നോക്കാം. കണ്ടോ ഇവിടെ ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിനുശേഷം 1:1 എന്ന രീതിയിൽ അത് കയറിപ്പോയിട്ടായിരുന്നു. ക്ലോസിംഗ് ടൈമിൽ ഹൈ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് പ്രോഫിറ്റ് ആയിരുന്നു ഇന്ന് AB ക്യാപിറ്റൽ. ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് വന്നിരിക്കുന്നത് 12:45 VAR ROC ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഉണ്ടോ 12:45 ഇവിടെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു സൂപ്പർ ടെന്നിൽ ടച്ച് ചെയ്ത് ഓപ്പൺ സീക്വൽ ലോ ക്യാൻഡിൽ വന്നു. അതിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് ബൈ വന്നിരിക്കുന്നത്. കണ്ടോ ഇവിടെ ബ്രേക്ക് ഔട്ടിൽ ബൈ വന്നു, നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ 1:1 1:2 ഒക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഡാൽ ഭാരതാണ്.
അതും നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ആ ഒരു 12:45 നമ്മുടെ ആ സൂപ്പർ ട്രെൻഡ് ആ ലോയിൽ ടച്ച് ചെയ്തിട്ടാണ് ഓപ്പൺ സർക്യൂട്ട് ടു ലോ ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. അതും ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയിണ്ടായി. ഇതിനൊക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ലോയ്ക്ക് താഴെയാണ്. കണ്ടോ, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല, നല്ല രീതിയിൽ കയറിപ്പോയിണ്ടായി. ഇനി അടുത്തത് 12:55 വന്നിരിക്കുന്നത്. എലിക്കോൺ ആണ് വന്നിരിക്കുന്നത്. 12:55 കണ്ടോ, ഈ ഒരു ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഹൈ ഇവിടെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ബ്രേക്ക് ചെയ്തു, നല്ല രീതിയിൽ കയറിപ്പോയി. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ഇൻട്രാഡേ ഒക്കെ നമുക്ക് 3:10 മുന്നേ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അത് കഴിഞ്ഞ് നല്ല രീതിയിൽ കയറി പോവുകയാണ് ചെയ്തത് ക്ലോസിംഗ് ടൈമിൽ. പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്ന സ്റ്റോക്സ് 2:30 അപ്പോൾ 2:30 വരുന്ന സ്റ്റോക്സിൽ ഇത് റിസ്ക് ആണ്, കാരണം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ വരുന്ന സ്റ്റോക്സുകളാണ്. എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. പ്രിസം ജോൺസൺ ലിമിറ്റഡ് ആണ് വന്നിരിക്കുന്നത്. അത് ഇവിടെയാണ് വന്നിരിക്കുന്നത്. 2:30 ഓപ്പൺ സീക്വൽ ടു ലോ ടച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൂപ്പർ ട്രെൻഡിൽ. ആ ഒരു ഹൈയോടെ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സ്റ്റോപ്പ് ലോസേ വന്നിട്ടുള്ളൂ. അങ്ങനെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ റിസ്ക് എടുത്ത് നോക്കാവുന്നതാണ്. കണ്ടോ, നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു സ്റ്റോപ്പ് ലോസ് മാത്രമാണ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് പ്രീവിയസ് ഒരു ദിവസം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് 6-ാം തീയതിയിലത്തെ നമുക്ക് നോക്കാം. 9:15 ക്യാൻഡിൽ അവോയ്ഡ് ചെയ്യാം. 9:20 ക്യാൻഡിൽ നോക്കാം. പിയിലാണ് ആദ്യം വന്നിരിക്കുന്നത്. നമ്മുടെ 2 ഡേയ്സ് ആക്കട്ടെ. അപ്പോൾ ഇവിടെയാണ്. അതിനുശേഷം അത് ബ്രേക്കൗട്ട് ചെയ്തിട്ടില്ല, താഴേക്ക് വരാണ് ചെയ്തത്. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് 9:55 റൂട്ട് വന്നിരിക്കുന്നത്. 9:55 ക്യാൻഡിൽ. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, അത് ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ആ ദിവസം അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ആ സൂപ്പർ ട്രെൻഡ് ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് ഓപ്പൺ സർക്യൂട്ട് ലോ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം ആ ഹൈ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് എൻട്രി വന്നിട്ടില്ല. പിന്നെ 10:25 അടുത്ത് വന്നിരിക്കുന്നത്. എലിക്കോൺ ആണ് വന്നിരിക്കുന്നത്. അത് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു സൂപ്പർ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ സർക്യൂട്ട് ലോ ക്യാൻഡിൽ വന്നു. അതിൻ്റെ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്ത് പോകണ്ടോ, നല്ല രീതിയിൽ കയറിപ്പോയി. അതിന് ശേഷമാണ് താഴേക്ക് വന്നത്. കണ്ടോ, 1:1 നമുക്ക് സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. 1:2 കിട്ടിയിട്ടുണ്ട് ഈ ഒരു ട്രേഡിൽ. പിന്നെ അടുത്തത് 1:5 വന്നിരിക്കുന്നത്. ദീപക് ഫെർട്ടിലൈസർ ആണ് വന്നിരിക്കുന്നത്. അതും ഇവിടെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, അതും ആ ഒരു ദിവസം ആക്റ്റീവ് ആയിട്ടില്ല, ക്ലോസിംഗ് ടൈമിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ 3 മണിക്ക് ശേഷം ഇൻട്രാ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളാണ് കഴിഞ്ഞ ദിവസം വന്നിരുന്നത്. അപ്പോൾ അതും നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു സ്റ്റോക്സ് മാത്രമാണ് ആക്റ്റീവ് ആയത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ഒരു സ്കാനർ ക്രിയേറ്റ് ചെയ്യാം. സ്കാനർ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിഫ്റ്റി 500 അതുപോലെ നിഫ്റ്റി ഫ്യൂച്ചറോ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്യാഷ് സ്റ്റോക്ക് ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോക്സിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ബോർഡ് ഉണ്ട്, ഇതുപോലെ ഒരുപാട് സ്റ്റോക്സിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയാണ് നിഫ്റ്റി 500 എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രാഡിൽ കുറച്ച് സ്റ്റോക്സിൽ എടുത്ത് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ലൈവ് ട്രേഡ് ചെയ്യാണ്ട് കുറച്ച് ദിവസം ഇതുപോലെ ഒരു സ്കാനർ ക്രിയേറ്റ് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അതിനുശേഷം അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്കിംഗ് ആണെങ്കിൽ തോന്നിയാൽ മാത്രം നിങ്ങൾ ലൈവ് ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം ലൈവ് ട്രേഡ് ചെയ്യാണ്ട് പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മാത്രം ലൈവ് ട്രേഡിലേക്ക് പോയാൽ മതി. നിങ്ങൾ ലൈവ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് ചെറിയ ക്വാണ്ടിറ്റി ഇട്ട് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി. ഓക്കെ, കാരണം ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ക്യാപിറ്റൽ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം 5x വരെ നമുക്ക് ലിവറേജ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു റിസ്ക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.